ഈ ഇന്നസെൻ്റ് ഏട്ടനും മോഹൻലാലും നമ്മുടെ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്ന സീക്വൻസ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് ബാക്ക് പെയിനുള്ള സമയമാണ് അന്ന്. അപ്പോൾ ഈ സ്റ്റെപ്പിലിങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലിങ്ങനെ നടുവടിച്ചടിച്ചടിച്ചായിരിക്കും വരിക. അപ്പോൾ അത് ഡേഞ്ചറസാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ബുദ്ധിമുട്ടാവും ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനും പറഞ്ഞു അയ്യോ അവിടെ നിന്ന് മേളിൽ വീണ് ഞാൻ നടുവ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ആലോചിച്ചിട്ടൊരു പ്ലാൻ കണ്ടുപിടിച്ചു. അതായത് ഒരു വീതി കുറഞ്ഞൊരു പലക എണിപ്പടിയിൽ ഇങ്ങനെ അടിക്കുക, താഴോട്ടിങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ച് ടൈറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതൊരു ഒരു ഒരു ഇതുണ്ടാവും, ഒരു ഒഴുക്കുണ്ടാവും. പിന്നെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഒരു സ്മൂത്തായി അവിടെ നിന്നാൽ തന്നെ സ്കിഡ് ചെയ്തിങ്ങി പോരുവാണ്. അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്ത് ിട്ടാണ് ഇന്നസെൻ്റ് ഏട്ടൻ വീഴുന്നത്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ വളരെ സേഫായിട്ട് ഈ നമ്മുടെ പാർക്കിലൊക്കെ ഉള്ള എക്സസൈസുണ്ടല്ലോ അതുപോലെയുള്ള അതിനകത്ത് കുട്ടികൾ ഒരു ഗോവണി വഴി കയറിയിട്ട് ഊർന്നിറങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇന്നസെൻ്റ് ഏട്ടൻ വളരെ സേഫായിട്ടാണ് വന്ന് ഊർന്ന് ഇറങ്ങിയത്. അപ്പോൾ അത് കണ്ടാൽ എന്നിട്ട് നമ്മൾ എഫക്റ്റ് ഇട്ട് കൊടുക്കണം. ഓരോ സ്റ്റെപ്പിലും അടിക്കുന്ന നടുവടിക്കുന്ന പോലുള്ള സൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ഇതിൽ വീണതുപോലെ ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെ ഊർന്ന് വളരെ സേഫായിട്ട് വന്ന് ലാൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഷോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആ പലക കാണാത്ത വിധത്തിലുള്ള ഫ്രെയിം വെച്ചിട്ടാണ്. താഴെ വെച്ചിരിക്കുന്ന ഒന്ന് ടോപ്പിൽ വെച്ചാലും കാണാത്ത വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒറ്റ